ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ റാഗിയുടെ ഗുണങ്ങളും റാഗി കഴിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഷുഗറും അമിതവണ്ണവും ഒക്കെ കുറയാത്തത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റാഗി കൊളസ്ട്രോളും ഷുഗറും അമിതവണ്ണവും ഒക്കെ കുറയ്ക്കാൻ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊഴുപ്പില്ലാത്ത ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണിത്. മൾട്ടി ന്യൂട്രിയൻസും മിനറൽസ് ധാരാളം നിറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണമാണിത്. അമിത വിലയൊന്നുമില്ല ഇതിന്, വളരെ ചെറിയ വിലയേ ഉള്ളൂ. അതുകൊണ്ട് അത് ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് ദോശയോ ഉപ്പുമാവോ എന്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റാഗിയിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വൃക്കകളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കുടലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് റാഗി. ഇനി ഇതിൽ കാൽഷ്യത്തിൻ്റെ നല്ലൊരു അളവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നല്ലതാണ്. കുട്ടികളെക്കാളും കൂടുതൽ നമ്മുടെ മുതിർന്നവർക്ക് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അവരുടെ എല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ റാഗി നല്ലതാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു 7 മാസമൊക്കെ ആയിക്കഴിയുമ്പം റാഗി കൊണ്ട് നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ലതാണ് കുട്ടികൾക്ക്. നമുക്ക് റാഗി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഉപ്പുമാവും ദോശയും ഇഡലിയോ, നമുക്ക് ഏതാണോ പലഹാരം രാവിലെ കഴിക്കാൻ ഇഷ്ടം, രാവിലെ എന്നല്ല, നമുക്ക് ചോറിന് പകരമായിട്ട് നമുക്ക് എപ്പോഴാണോ എന്താണോ വേണ്ടത് അത് നമുക്ക് ഉണ്ടാക്കി നല്ലതുപോലെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ അമിതവണ്ണം കുറയാത്തതെന്നറിയാമോ? ഇത് റാഗിയിൽ ഒരുപാട് ഊർജത്തിൻ്റെ അളവുണ്ട്. അതിൽ അളവ് കൂടുതലാണെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ റാഗി കഴിക്കുന്നതും ചോറ് കഴിക്കുന്നതും സെയിം അളവാണെങ്കിൽ നമുക്ക് ഇത് കഴിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഊർജത്തിൻ്റെ അളവ് കൂടുതലാണ് റാഗിയിൽ. അതുകൊണ്ട് നമ്മൾ എത്രയാണ് ചോറ് കഴിക്കുന്നത് അതിൻ്റെ 1/3 മാത്രമേ നമ്മൾ റാഗി കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചോറ് കഴിക്കുന്ന അതേ അളവിലെടുത്താൽ നമുക്ക് അതേ ഊർജത്തിൻ്റെ അളവ് തന്നെ കിട്ടും, ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാകും. അതുകൊണ്ട് നമ്മൾ എപ്പോൾ റാഗി കഴിച്ചാലും കഴിക്കുന്നതിന് ഒരു പരിധി വെക്കണം. ഒരു ദോശ അല്ലെങ്കിൽ ഒരു ഇഡലി അങ്ങനെ മാത്രമേ കഴിക്കാവുള്ളൂ. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയുകയും ചെയ്യും, നമുക്ക് അമിതവണ്ണം ഉണ്ടാകത്തില്ല. റാഗിയിൽ ഉയർന്ന ഫൈബേഴ്സാണ്. അതുകൊണ്ട് തന്നെ റാഗി ഒരു പ്രീബയോട്ടിക് എന്നാണ് വിളിക്കുന്നത്. പ്രീബയോട്ടിക് ആയതുകൊണ്ട് അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. റാഗി കൊണ്ടുള്ള ഫുഡുകൾ കഴിച്ചാൽ ഉപ്പുമാവോ ദോശയോ എന്തുമാകട്ടെ, ഏത് പലഹാരമാണേലും അത് നമ്മൾ കഴിക്കുമ്പം അത് കൂടുതൽ കഴിച്ചാൽ അമിതവണ്ണം കൂടും. പിന്നെ ഞാൻ റാഗി കഴിക്കുന്നുണ്ട്, എൻ്റെ വണ്ണം കുറയുന്നില്ല, എൻ്റെ കൊളസ്ട്രോൾ കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റാഗി കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ നമ്മുടെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.